കൗതുകമുള്ള ഒരു യുവ സന്യാസി ജ്ഞാനിയായ സെൻ ഗുരുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, സന്തോഷത്തിൻ്റെ അർത്ഥം എന്താണ്? സെൻ മാസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സന്തോഷം മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം ഒരു ലളിതമായ സത്യം മനസ്സിലാക്കണം. പിന്നിലെ പൂന്തോട്ടത്തിൽ പോയി ഒരു ചെറിയ അവഗണിക്കപ്പെട്ട ചെടി കണ്ടെത്തി അതിനെ ഗ്രാമചത്തുരത്തിലേക്ക് കൊണ്ടുപോകുക. ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയൂ, ഈ ചെടി പ്രത്യേകമാണ്. ആരും അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് തിരികെ കൊണ്ടുവരിക. സന്തോഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അപ്പോൾ പറയാം. പിറ്റേന്ന് രാവിലെ യുവസന്യാസി ഒരു ചെറിയ ചെടിയെ തിരക്കേറിയ ഗ്രാമചത്തുരത്തിലേക്ക് കൊണ്ടുപോയി. പലരും അതുവഴി കടന്നുപോയെങ്കിലും ആരും ചെടിയെ ശ്രദ്ധിച്ചില്ല. നിരാശനായി സന്യാസി സെൻ ഗുരുവിൻ്റെ അടുത്തേക്ക് മടങ്ങി. ആരും ഈ ചെടിയെക്കുറിച്ച് ചോദിച്ചില്ല മാസ്റ്റർ. സെൻ മാസ്റ്റർ തലകുലുക്കി പറഞ്ഞു, നാളെ ഈ ചെടി നാട്ടിലെ സ്കൂളിൽ കൊണ്ടുപോയി മുറ്റത്ത് വയ്ക്കൂ. ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ ഈ ചെടി ഒരു രഹസ്യം സൂക്ഷിക്കുന്നു എന്ന് പറയുക. ആരും അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് തിരികെ കൊണ്ടുവരിക. ഞാനത് സസന്തോഷം വിശദീകരിക്കാം. യുവസന്യാസി നിർദ്ദേശം പാലിച്ചു. സ്കൂളിൽ കൗതുകമുള്ള ഒരു ടീച്ചർ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് ഈ ചെടിയുടെ രഹസ്യം? സന്യാസി മറുപടി പറഞ്ഞു, വളർച്ചയുടെയും പ്രതിരോധശേഷിയുടെയും രഹസ്യം അത് ഉൾക്കൊള്ളുന്നു. ടീച്ചർ ചെടിയെ അഭിനന്ദിച്ചു. പക്ഷെ കുറച്ചു സമയത്തിന് ശേഷം സന്യാസി ചെടിയുമായി സെൻ മാസ്റ്ററുടെ അടുത്തേക്ക് മടങ്ങി. ഗുരു, സന്യാസി പറഞ്ഞു, ഒരാൾ മാത്രമാണ് താല്പര്യം കാണിച്ചത്. ഇപ്പോൾ സന്തോഷത്തെക്കുറിച്ച് എന്നോട് പറയാമോ? സെൻ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഈ ചെടി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി പൂന്തോട്ടത്തിൽ വയ്ക്കൂ. ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ ഈ ചെടി ജ്ഞാനത്തിൻ്റെ വരദാനമാണ് എന്ന് പറയുക. ആരും അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് തിരികെ കൊണ്ടുവരിക. സന്തോഷത്തിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ വെളിപ്പെടുത്താം. അടുത്ത ദിവസം സന്യാസി ചെടിയെ കൊട്ടാരത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. രാജ്ഞി തന്നെ ചെടിയെ ശ്രദ്ധിച്ചു. ഈ ചെടി എന്ത് ജ്ഞാനമാണ് വഹിക്കുന്നത്? സന്യാസി മറുപടി പറഞ്ഞു, ഏറ്റവും ചെറിയ ജീവൻ പോലും ശ്രദ്ധയോടെയും കരുത്തോടെയും വളരുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഈ സന്ദേശം കേട്ട് രാജ്ഞി വളരെ വികാരാധീനയായി. അവർ ചെടിക്കായി ഒരു വലിയ തുക വാഗ്ദാനം ചെയ്തു. എന്നാൽ സന്യാസി യജമാനൻ്റെ നിർദ്ദേശപ്രകാരം അത് തിരികെ കൊണ്ടുവന്നു. ആവേശഭരിതനായ സന്യാസി സെൻ ഗുരുവിൻ്റെ അടുത്തേക്ക് മടങ്ങി. രാജ്ഞി ചെടിക്ക് ഒരു വലിയ തുക വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ ജ്ഞാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. സന്തോഷത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ പറയാമോ? സെൻ മാസ്റ്റർ സന്യാസിയെ നോക്കി പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, സന്തോഷം ഈ ചെടി പോലെയാണ്. ഗ്രാമചത്തുരത്തിൽ അത് അവഗണിക്കപ്പെട്ടു. സ്കൂളിൽ കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചു. കൊട്ടാരത്തിൽ അത് വളരെ വിലമതിച്ചു. നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളെ ശ്രദ്ധിക്കുന്നവരോ അല്ല സന്തോഷം നിർണ്ണയിക്കുന്നത്. ചെടി വളരാൻ പോഷണം ആവശ്യമുള്ളതുപോലെ സന്തോഷത്തിന് നിങ്ങളുടെ പരിശ്രമവും ശ്രദ്ധയും ആവശ്യമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധമുണ്ടായിരിക്കണം. അദ്ദേഹം തുടർന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരല്ല, നിങ്ങളുടെ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നിർണ്ണയിക്കപ്പെടുന്നു. ശരിയായ പരിചരണത്തോടെ ഏത് പരിതസ്ഥിതിയിലും ചെടിക്ക് വളരാൻ കഴിയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളർത്തിയാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാകും. സന്തോഷത്തിൻ്റെ മൂല്യം അത് തിരിച്ചറിയാനും വളർത്താനുമുള്ള നിങ്ങളുടെ കഴിവിലാണെന്ന് ഓർക്കുക. സന്തോഷവാനായിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷം എല്ലായ്പ്പോഴും നിങ്ങളുടെ പരിധിയിലാണെന്ന് നിങ്ങൾ കണ്ടെത്തും. സന്തോഷം ഒരു തിരഞ്ഞെടുപ്പും പരിശീലനമാണെന്ന് മനസ്സിലാക്കിയ യുവസന്യാസി യജമാനൻ്റെ വാക്കുകൾ ചിന്തിച്ചു. അന്നു മുതൽ യഥാർത്ഥ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി സ്വന്തം സന്തോഷം വളർത്താനും മറ്റുള്ളവരെ അവരുടെ സന്തോഷം കണ്ടെത്താൻ സഹായിക്കാനും അദ്ദേഹം സ്വയം സമർപ്പിച്ചു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ സന്തോഷം തേടുമ്പോൾ ചെറിയ ചെടിയുടെ പാഠം ഓർക്കുക. ശ്രദ്ധയോടെ അതിനെ കാണുക. നിങ്ങൾ എവിടെയായിരുന്നാലും അത് വളരും. നിങ്ങളുടെ സന്തോഷം പരിപോഷിപ്പിക്കാൻ തിരഞ്ഞെടുക്കുക. ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ അത് പൂക്കുന്നത് നിങ്ങൾ സ്വയം കണ്ടെത്തും. If you love to watch this video, you can like, share and subscribe.